എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോസുകളൊക്കെ എല്ലാവരും കാണുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആദ്യമേ തന്നെ പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ സാധിക്കും. ഇത് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ തറവാക്കി ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായിട്ട് എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുവാണ്. നമുക്കിത് പഠിക്കാനുള്ളത് ഐസോമെറിസത്തെ കുറിച്ചാണ്. ഐസോമെറിസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഐസോമെറിസം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയാണ് ഹൈഡ്രോ കാർബൺ ഒക്കെ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ച് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത്. ഒരു സ്ട്രക്ചർ ഫോർമുല കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ഫോർമുലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അതിലെന്താണ്, അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിയേ, നമുക്ക് ആദ്യം ഇതിന്റെ എന്താണ് മോളിക്കുലർ ഫോർമുല എത്രയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കി എത്രയാണ് മോളിക്കുലർ ഫോർമുല വരുന്നത്. കാർബൺ ഇവിടെ എത്രയുണ്ട്? കാർബൺ 3 ഉണ്ട് അല്ലെ. കാർബൺ 3 ആണ്. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 3 3 6 1 7 ആണുള്ളത്. അപ്പം C3H7 വരും. പിന്നെ അതാണ് ക്ലോറിൻ ആണുള്ളത് ഇല്ലേ. ഇതാണ്. തന്നെ അടുത്ത നോക്കി, അടുത്ത തന്നെയാണ് കാർബൺ അല്ലെ. കാർബൺ എത്രയാണ്? 3 ആണ് വരുന്നത്. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട് നോക്കിക്കേ, ഇവിടെയുണ്ട്. പിന്നെ അതാണ് ഒരു ഓയും ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. അടുത്ത തന്നെ നോക്കിയേ, കാർബൺ ഇവിടെ എത്രയാണ്? കാർബൺ 2 ആണ് അല്ലെ. കാർബൺ ഇവിടെ 2 ആണുള്ളത്, 6 ആണുള്ളത് അല്ലെ. അപ്പം C2H6 വരും. പിന്നെ ഒരു ഓക്സിജൻ ഇവിടെയുണ്ട്. അടുത്തതോ, അടുത്ത് നോക്കിയേ, കാർബൺ 3 ആണ്. പിന്നെ ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? ഹൈഡ്രജൻ ഇവിടെ 7 വരും ഇല്ലേ. പിന്നെ ക്ലോറിനുമാണ്. ക്ലിയർ ആയാലും അപ്പൊ മോളിക്കുലർ ഫോർമുല എഴുതി. അപ്പൊ ഇതിലേക്ക് 4 എണ്ണത്തിലെ 2 എണ്ണത്തിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. അതൊക്കെയാണ് ഈ ഒന്നാമത്തിന്റെ 4ാമത്തിന്റെയും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്. മനസ്സിലായല്ലോ. ഇനി അതിന്റെ IUPAC നെയിം എങ്ങനെ വരും? ഇതിന്റെ പേരെങ്ങനെ വരും? നമുക്ക് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അതായത് ഹാലോ ഗ്രൂപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? മെയിൻ ബ്രാഞ്ച് നമ്മൾ നോക്കുക. പൊസിഷൻ നമ്പർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? 2 1 ഇങ്ങനെ കൊടുക്കാമല്ലോ. 1 2 3 പേര് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 2 ക്ലോറോ അല്ലെ. 2 ക്ലോറോ. പിന്നെ ഏതാണ് ആൽക്കൈൻ ഏതാണ് വരുന്നത്? 2 ക്ലോറോ പ്രൊപ്പൈൻ. ഇതിന്റെ പേര് വരും. മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ പേര് ഇങ്ങനെ വരും. ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്പർ കൊടുക്കും അല്ലെ. 1 2 3 എന്ന് വരും. അപ്പൊ 1 ക്ലോറിൻ വന്നിരിക്കുന്നത്. അപ്പം ഹലോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പം 1 ക്ലോറോ എന്ന് വരും അല്ലെ. 1 ക്ലോറോ എന്ത് വരും? 1 ക്ലോറോ പ്രൊപ്പൈൻ. മനസ്സിലായല്ലോ. 1 ക്ലോറോ പ്രൊപ്പൈൻ എന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. മറ്റേ നമ്മൾ നോക്കുന്നില്ല കേട്ടോ, അത് വ്യത്യസ്തമുണ്ട്. അപ്പം 1ന്റെ 2ന്റെ എങ്ങനെയാണ്? മോളിക്കുലർ ഫോർമുല ഇവിടെ ഒരുപോലെയാണ്. പക്ഷെ IUPAC നെയിം എങ്ങനെയാണ്? വ്യത്യാസമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, പക്ഷെ എങ്ങനെയാണ്? അതിന്റെ ഘടനാവാക്യം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ IUPAC നെയിമും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോപ്പർട്ടീസും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും വ്യത്യസ്തമായിരിക്കുമല്ലോ. ക്ലിയർ ആയല്ലോ. അപ്പം മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണെങ്കിലും അതിന്റെ എന്താണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരാം. മനസ്സിലാകുന്നില്ലേ. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഐസോമേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഐസോമേഴ്സ് എന്ന് പറയും കേട്ടോ. ഐസോമേഴ്സ് എന്ന് പറയും. ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ദ ഐസോമറിസം. മനസ്സിലായല്ലോ. മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, പക്ഷെ എന്താണ് അതിന്റെ IUPAC നെയിം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ എന്താണ് അത് വ്യത്യസ്ത ഗുണങ്ങളുള്ള സംയുക്തങ്ങളാണ് ഇല്ലേ. വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് ദ ഐസോമറിസം. ക്ലിയർ ആയല്ലോ. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ആർ ദ സെയിം മോളിക്കുലർ ഫോർമുല? ഏതിനൊക്കെയാണ്? ഒന്നാമത്തേനും അതുപോലെ തന്നെ 4ാമത്തേനുമാണ് സെയിം മോളിക്കുലർ ഫോർമുല. ഇനി അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ക്ലോറിൻ ആണ് വന്നിരിക്കുന്നില്ല. ഹാലോ ഗ്രൂപ്പ് ആണ്, അതായത് ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറോ അല്ലെ, ക്ലോറോ എന്നുള്ള രീതിയിലാണ് അല്ലെ. ക്ലോറിൻ ആണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. IUPAC നെയിം എഴുതി. ആദ്യത്തേന് എങ്ങനെയാണ്? 2 ക്ലോറോ പ്രൊപ്പൈൻ ആണ്. രണ്ടാമത്തേന് 1 ക്ലോറോ പ്രൊപ്പൈനും ആണ്. മനസ്സിലായല്ലോ. ഇതിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോളിക്കുലർ ഫോർമുല. അതായത് ക്ലോറോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം മോളിക്കുലർ ഫോർമുല ആണ്, പക്ഷെ എന്താണ് അതിന്റെ സ്ട്രക്ചറിൽ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ആ കോമ്പൗണ്ട്സ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. Therefore, these compounds exhibit difference in their chemical and physical properties. They are known as isomers. മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ പറയാം ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് isomers. This phenomenon is called
ഐസോമറിസം. ഓക്കെ ആണല്ലോ. അപ്പൊ ദാറ്റ് ഈസ് ഐസോമറിസം. അപ്പൊ നമുക്കറിയാം അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു 4 ഐസോമറിസം ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കാം. നോക്കിയേ, ആദ്യത്തെയാണ് ചെയിൻ ഐസോമറിസം കേട്ടോ. ചെയിൻ ഐസോമറിസം എവിടെ നോക്കിയാൽ സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല ഏത് വരും? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? കാർബൺ ഇവിടെ 4 ആണ് അല്ലെ. ഹൈഡ്രജൻ എത്രയാണ്? 3 2 5 5 2 7 7 3 10 വരും. അപ്പൊ ഹൈഡ്രജൻ 10 വരും. ഇവിടെ എങ്ങനെയാണ്? ഇവിടെയും കാർബൺ 4 ആണ് വരുന്നത്. ഹൈഡ്രജൻ ഇവിടെ എങ്ങനെയാണ്? ഹൈഡ്രജൻ 10 വരും ഇല്ലേ. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ് ഇല്ലേ. രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? C4H10 ആണ് വരുന്നത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഇൻ മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ തന്മാത്ര സ്വത്വത്തിലെ പ്രത്യേകത എന്താണ്? രണ്ടും സെയിം തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. IUPAC നെയിം എങ്ങനെ വരും? ആദ്യം IUPAC എന്ത് വരും? 4 കാർബൺ അല്ല, അപ്പൊ എന്ത് വരും? ബ്യൂട്ടേൻ ഇല്ലേ. ആദ്യം IUPAC നെയിം ബ്യൂട്ടേൻ ആണ്. രണ്ടാമത്തെ തന്നെ എങ്ങനെ വരും? രണ്ടാമത്തേന് അതേ നോക്കി നമ്മൾ എഴുതുവാണ്, നമ്പർ പൊസിഷൻ ഒക്കെ കൊടുത്ത് എഴുതുവാണെങ്കിൽ 2ലാണ് വരുന്നത്. അപ്പൊ 2 മീഥേൽ ഇല്ലേ. 2 മീഥേൽ പ്രൊപ്പൈൻ ഇല്ലേ. 2 മീഥേൽ പ്രൊപ്പൈൻ ആണ് അതിന്റെ പേര്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഘടനയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. അതിന്റെ ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ഐസോമേഴ്സിനെ നമ്മൾ പറയുന്നതാണ് ചെയിൻ ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐസോമേഴ്സിനെ നമ്മൾ ചെയിൻ ഐസോമറുകൾ എന്ന് പറയും. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ചെയിൻ ഐസോമേഴ്സ്. ചെയിന്റെ ഘടനയുള്ള വ്യത്യാസം അതിനെ നമ്മൾ കാർബൺ ആറ്റം മാത്രമായിട്ട് എഴുതുവാണെങ്കിൽ നോക്കി, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് വന്നു. ഇവിടെ കാർബൺ ആറ്റം മാത്രം എഴുതിയപ്പോ എന്ത് വന്നു? അതൊരു ബ്രാഞ്ചായിട്ട്. മറ്റേ രണ്ടിനെയും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഒന്ന് നേരെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടും വന്നു, ഇതിനൊരു ബ്രാഞ്ചായിട്ടും വന്നു. അതിന്റെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മനസ്സിലല്ലോ. അപ്പൊ അങ്ങനെ ഘടനയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, അതിന്റെ സ്ട്രക്ചേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കാർബൺ ചെയിൻ ഉണ്ടല്ലോ, അതിന്റെ കാർബൺ ചെയിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയും. ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ചെയിൻ ഐസോമേഴ്സ്. ക്ലിയർ ആയല്ലോ. Compound that have the same molecular formula but different in the structures of carbon chain. ഓർത്തോട്ടെ, സെയിം മോളിക്കുലർ ഫോർമുല differ in the structures of carbon chain are known as chain isomers, and this phenomenon is known as a chain isomers. ക്ലിയർ ആയല്ലോ. എന്താണ് ചെയിൻ ഐസോമേഴ്സ് എന്നുള്ളത്? ഇതാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പെന്റൈൻ്റെ കേട്ടോ, C5H12 പെന്റൈൻ്റെ 2 ചെയിൻ ഐസോമേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പെന്റൈൻ്റെ കണ്ടോ, പെന്റൈൻ്റെ 2 ചെയിൻ ഐസോമേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ളൂ, ഒന്ന് ബ്രാഞ്ചഡ് ആയിട്ടുള്ളൂ കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല നോക്കി എത്ര വരും? മോളിക്കുലർ ഫോർമുല C5H12. ഇതിന്റെ ഇത് തന്നെയല്ലേ വരുന്നത്? C5. ഇവിടെ എന്ത് വരുന്നത്? C5 വരും. മോളിക്കുലർ ഫോർമുല എന്താണ്? ഒരുപോലെയാണ്. പക്ഷെ എന്താണ് സ്ട്രക്ചറിലെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇങ്ങനെ മൂന്നാമത്തെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പം എങ്ങനെ എഴുതാൻ സാധിക്കും? മൂന്നാമത്തെ രീതിയിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് കാർബൺ എന്തായാലും 5 എണ്ണം പറഞ്ഞു, ഹൈഡ്രജൻ 12 എണ്ണവും പറഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് മൂന്നാമത്തെ രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഞാൻ ഈ ഒരു രീതിയിൽ എഴുതുവാണേ. കാർബൺ ഇവിടെ ഒരു 3 എണ്ണം വന്നു, ഇവിടെ ഒരു CH3 വന്നു, ഞാൻ ഇവിടെ ഒരു CH3 കൊടുത്തു കേട്ടോ, CH3, ഇവിടെ ഒരു CH3 കൊടുത്തു, ഇവിടെ ഒരു CH3 കൊടുത്തു. ഓക്കെ, കാർബൺ 1 2 3 4 5, ഹൈഡ്രജൻ 3 3 6 6 3 9 9 3 12. മനസ്സിലായല്ലോ. അപ്പം ഇതെന്താണ്? ഇതിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ട്രക്ചറിലെ വ്യത്യാസം വന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്, സ്ട്രക്ചറിലെ വ്യത്യാസം വന്നു. ക്ലിയർ ആയല്ലോ. അപ്പം പേര് വരുവാണെങ്കിൽ ഇതേതാണ് പേര് വരുന്നത്? ഇത് പെന്റൈൻ ഇല്ല, ഇത് പെന്റൈൻ ആണ് വരുന്നത്. ഇത് ഏത് വരും? രണ്ടാമത്തേല് നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 വരും. രണ്ടാമത്തേല് അല്ലെ 2 മീഥേൽ അല്ലെ, 2 മീഥേൽ വരും. 2 മീഥേൽ ബ്യൂട്ടേൻ ഇതിന്റെ പേര് വരും അല്ലെ. 2 മീഥേൽ ബ്യൂട്ടേൻ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതിന് പേര് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കാം? രണ്ടാമത്തേല് തന്നെയാണ് വരുന്നത്. അപ്പൊ 2 ഡൈ അല്ലെ, 2 ഡൈ മീഥേൽ എന്ന് വരും അല്ലെ, 2 ഡൈ മീഥേൽ പ്രൊപ്പൈൻ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്? മോളിക്കുലർ ഫോർമുല 3ന്റെ ഒരുപോലെയാണ് ഇല്ലേ. C5H12 ആണ് മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ സ്ട്രക്ചറൽ വ്യത്യാസം വന്നു. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയാം. ഓക്കെ ആയല്ലോ, ചെയിൻ ഐസോമേഴ്സ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ ചെയിൻ പോസിബിൾ ആയിട്ടുള്ള എന്താണ് ചെയിൻ ഐസോമേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് നിങ്ങളൊരു പേപ്പറിൽ വരച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ, കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഐസോമർസം ആണ്, അതായത് പൊസിഷൻ ഐസോമർസം. അപ്പൊ ചെയിൻ ഐസോമർസം കണ്ടു. ചെയിൻ ഐസോമർസം എങ്ങനെയാണ്? സെയിം മോളിക്കുലർ ഫോമിലാണ്, സ്ട്രക്ചറൽ വ്യത്യാസമാണ്. ഇനി എന്താണ് പൊസിഷൻ ഐസോമർസം നോക്കാം. അതിന് വേണ്ടി അവിടെ 2 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് ആദ്യം അതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതി നോക്കാം. ഇതെവിടെ നോക്കിയാൽ ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? OH ഗ്രൂപ്പ് ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ മോളിക്കുലർ ഫോമിൽ ഏത് വരും? 3 കാർബൺ ആറ്റം ആണ് ഇവിടെ ഉള്ളത്. 3 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 3 2 5 5 2 7 7 1 8 ഇല്ലേ. C3H8 ഒരു ഓക്സിജനും ഉണ്ട്. മനസ്സിലായി? ഇതിന്റെ അങ്ങനെയല്ലേ അല്ലേ? C3 കാർബൺ 3 ആണ്, ഹൈഡ്രജൻ ഇവിടെ 1 8 പിന്നെ ഒരു ഓക്സിജൻ. രണ്ടിന്റെ മോളിക്കുലർ ഫോമിൽ ഇവിടെ ഒരുപോലെയാണ്. വാട്ട് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ഗ്രൂപ്പ് ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. OH ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല? C3H8O അല്ലെ. മോളിക്കുലർ ഫോർമുല C3H8O ആണ്. ദെൻ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ IUPAC നെയിം എങ്ങനെ വരും? ഏതാണ് വരുന്നത്? ഇത് OH ഗ്രൂപ്പ് അല്ലേ. അപ്പൊ എന്താണ്? ആൽക്കഹോളിന്റെ ഇതിലല്ലേ വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പൊ നമ്മൾ എഴുതുന്ന ആദ്യത്തെ എന്ത് വരും? പ്രൊപ്പൻ അല്ലെ. 3 കാർബൺ ആറ്റം അല്ലേ ഉള്ളു. അപ്പൊ നമുക്ക് പ്രൊപ്പൻ അല്ലെ. പ്രൊപ്പൻ ഏതിലാണ്? 1 പ്രൊപ്പൻ 1 ഓൾ അല്ലെ. നിങ്ങൾ പേര് ഈ ഫങ്ഷൻ ഗ്രൂപ്പിന് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ എന്ത് വരും? രണ്ടാമത്തെ വന്നിരിക്കുന്ന OH ഗ്രൂപ്പ് ഇല്ലേ. OH ഗ്രൂപ്പ് വന്നിരിക്കുന്ന ഏതിലാണ്? രണ്ടാമത്തേലാണ്. അപ്പൊ ഏത് വരും? 3 കാർബൺ ആറ്റം തന്നെയാണുള്ളത്. അത് ഇതുപോലെ തന്നെ വരും. അപ്പൊ എങ്ങനെയാണ്? പ്രൊപ്പൻ 2ലാണ്, പ്രൊപ്പൻ 2 ഓൾ. അപ്പൊ നോക്കിയാൽ രണ്ടിന്റെയും മോളിക്കുലർ ഫോമിൽ ഒരുപോലെയാണ്. പക്ഷെ IUPAC നെയിം വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ട്രക്ചറിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്? ഈ OH ഗ്രൂപ്പിന്റെ പൊസിഷൻ അല്ലെ. OH ഗ്രൂപ്പിന്റെ പൊസിഷന് വ്യത്യാസം വന്നതല്ലേ വ്യത്യാസം വരാൻ കാരണം. മനസ്സിലാകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്മാത്ര സൂത്രം ഒരുപോലെയാണ്. പക്ഷെ എന്താണ്? ഈ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കി, ഇവിടെ 1ലാണ് ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1ലാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏതിലാണ്? 2ലാണ് ഫങ്ഷൻ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ സ്ഥാനസംഖ്യ, ഫങ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അതിനെ പറയുന്നതാണ് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയും. മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. മനസ്സിലാവുന്നത്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം അല്ലേ. പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? എങ്ങനെ ഡെഫിനേഷൻ എങ്ങനെ നമുക്ക് കൊടുക്കാം? when 2 compounds have same molecular formula and same functional group. ഓർത്തടങ്ങോട്ടെ, ഫങ്ഷണൽ ഗ്രൂപ്പും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. മോളിക്കുലർ ഫോർമുല മാത്രമല്ല, അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പും ഒരുപോലെയാണ്. പക്ഷെ എങ്ങനെയാണ്? ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം വന്നിരിക്കുന്നു. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് എ പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ ആയോ? സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷെ എന്താണ്? പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയാം. ഓക്കെ ആയല്ലോ? അവിടെ നമുക്കൊരു അനലൈസ് ചെയ്യാൻ വേണ്ടി 2 കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു പെയറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ആണ് വരുന്നത് അല്ലേ. അപ്പം ഇത് ഇതിന്റെ IUPAC നെയിം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഈ കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ ഫോർമുല ഓക്കെ. ഇതിന് നോക്കിയ കാർബൺ എത്രയാണ്? കാർബൺ 1 2 3 4 കാർബൺ വരും. ഹൈഡ്രജനോ 3 2 5 5 1 6 2 8 വരും. C4H8. ഇതിനും അങ്ങനെയല്ലേ? C4H8 തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പൊ മോളിക്കുലർ ഫോർമുല C4H8 ആണ്. ഇനി IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ IUPAC നെയിം ഇവിടെ ഡബിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത് ഇല്ല. അപ്പൊ ഏതാണ് വരുന്നത്? ഡബിൾ ബോണ്ട് വരുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ആണ്. അപ്പൊ എന്ത് വരും? ബ്യൂട്ട് ഇല്ലേ. ബ്യൂട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏതാണ്? നമ്മൾ പേര് നമ്പറിംഗ് പൊസിഷൻ നമ്പർ കൊടുക്കണ്ടേ? ഇങ്ങനെ കൊടുക്കണം കേട്ടോ. 1ലാണ് ബ്യൂട്ട് 1 ഈൻ ഡബിൾ ബോണ്ട് വന്നു ഈനി. രണ്ടാമത്തെയോ? രണ്ടാമത്തെ എങ്ങനെ വരും? ബ്യൂട്ട് നമ്പർ എത്രയാണ്? 2ലാണ് വന്നത്. ഡബിൾ ബോണ്ട് ഇവിടെ വന്നിരിക്കുന്നത് 2ലാണ് അല്ലെ. അപ്പൊ ബ്യൂട്ട് 2 ഈൻ. മനസ്സിലായല്ലോ? ബ്യൂട്ട് 2 ഇന്ന് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ എന്താണ്? മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ് അല്ലെ. മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്.
പക്ഷെ പൊസിഷനിലാണ് വ്യത്യാസം വന്നു. പൊസിഷൻ ഓഫ് ദി എന്താണ് ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വ്യത്യാസം വന്നു. അപ്പൊ ഇതാണ് ഇതും ഒരു പൊസിഷൻ ഐസോമറിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായില്ല? മോളിക്കുലർ ഫോമിൽ ഒരുപോലെ ഡബിൾ ബോണ്ട് വന്നു, അതുപോലെ അതും ഒരുപോലെയാണ്, പക്ഷെ അങ്ങനെ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് വ്യത്യാസം വന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ഇതും എന്താണ് പൊസിഷൻ ഐസോമറിസിന് എക്സാമ്പിൾ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പൊസിഷൻ ഐസോമറിസം ആണ്. അപ്പൊ ഇതിലും എന്താണ് പൊസിഷൻ ഐസോമറിസം ആണ് ഇവിടെ ഉള്ളത്. മനസ്സിലായല്ലോ? Although their molecular formula, the position of the double bond in them differ. Therefore, exhibit position isomerism. Clear ആയല്ലോ? അടുത്തൊരു പേര് തന്നിട്ടുണ്ട് കേട്ടോ. അതവിടെ നോക്കി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത് അല്ലെ? മോളിക്കുലർ ഫോർമുല. വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഏതാണ്? കാർബൺ എത്രയാണുള്ളത്? കാർബൺ 4 എണ്ണം ഉണ്ട് അല്ലെ? C4. കാർബൺ 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 3 2 5 5 1 6. C6 രണ്ടിനും പോലെ അല്ലേ ഹൈഡ്രജൻ അല്ലെ? 3 3 6 C6. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. IUPAC നെയിം എങ്ങനെ വരും? ഇതിന്റെ ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എങ്ങനെയാണ് വരുന്നത്? നോക്കിയേ, 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ? 4 കാർബൺ ആറ്റം ഉണ്ട്. അവിടെ ബ്യൂട്ടാണ്. ഇവിടെ എങ്ങനെയാണ്? 1 2 3 4 അല്ലെ? ബ്യൂട്ട് 1ലാണ്. ബ്യൂട്ട് 1 എന്ന് വരും അല്ലെ? ഇതെങ്ങനെയാണ്? ബ്യൂട്ട് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 1 2 3 4 അല്ലെ? ബ്യൂട്ട് 2 എന്ന് വരും അല്ലെ? മനസ്സിലായല്ലോ? അപ്പം കോമ്പൗണ്ട് ആദ്യത്തെ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ബ്യൂട്ട് 1 ഹൈഫനിട്ട് YNE. ദെൻ രണ്ടാമത്തെ എങ്ങനെയാണ്? ബ്യൂട്ട് 2ലാണ്. ബ്യൂട്ട് 2 YNE. ഇവിടെ നോക്കിയേ എന്താണ്? രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, ട്രിപ്പിൾ ബോണ്ടും ആണ്, പക്ഷെ പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇതും എന്താണ്? പൊസിഷൻ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ബോണ്ട് വന്നു, അതുകൊണ്ട് ഇതും പൊസിഷൻ ഐസോമറിസം അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അവിടുത്തെ ബോണ്ട് അതും സെയിം ആയിരിക്കും, പക്ഷെ എന്താണ് അതിന്റെ പൊസിഷൻ വ്യത്യാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിന് നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ഐസോമറിസം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇതുണ്ടല്ലോ, ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ ഇടുകയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ചൊക്കെ നിങ്ങളൊക്കെ ചെയ്താലുള്ള പഠിക്കത്തുള്ളൂ. ചെയ്ത് നോക്കുക. ആൻസർ എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് അടുത്ത ഐസോമറിസം പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഐസോമറിസം കേട്ടോ. ഫങ്ഷണൽ ഐസോമറിസം ആണ് ഇത്. മൂന്നാമത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, കോമ്പൗണ്ട് നോക്കിയാൽ CH3 CH2 OH ആണ്, ഹൈഡ്രോക്സിലാണ് വരുന്നത്. അപ്പൊ ഏതാണ് പേരേതാണ് വരും? എഥനോൾ വരും അല്ലെ? എഥനോൾ ആണ്. പിന്നെ അടുത്ത ഏതാണ് വരുന്നത്? ഈതർ ഗ്രൂപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ IUPAC നെയിം മെതോക്സി മീഥെയ്ൻ അല്ലെ? ഈതറിനൊക്കെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു കേട്ടോ, പഠിപ്പിച്ചായിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇതിലുള്ളൂ നമ്മളല്ലേ മുന്നോട്ട് വരുമ്പോൾ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള ബേസിക്സ് നല്ലോണം അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ 2 കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം ആദ്യത്തെ എഥനോൾ ആണ്, രണ്ടാമത്തെ എന്താണ്? മെതോക്സി മീഥെയ്നും ആണ് തന്നിരിക്കുന്നത്. ഒന്ന് OH ഗ്രൂപ്പ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ്, ഒന്ന് തന്നിരിക്കുന്നത് ഏതാണ്? ഈതറുമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഈച്ച് കോമ്പൗണ്ട്? ഓരോ കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ആദ്യത്തെ കോമ്പൗണ്ടിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? OH ആണ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലെ? OH അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ്. ദെൻ പിന്നെ രണ്ടാമത്തെ ഏതാണ്? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെ? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ തന്നെ ഈതർ എന്ന് പറയാം അല്ലെ? ഈതർ അല്ലെങ്കിൽ അതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെ? ആൽക്കോക്സി ഗ്രൂപ്പാണ് ആദ്യത്തെ രണ്ടാമത്തെ ഇതിലുള്ളത്. മനസ്സിലായല്ലോ? റൈറ്റ് ദർ മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഏത് വരും? അതൊക്കെ കാർബൺ എത്രയുണ്ട്? ആദ്യത്തേല് കാർബൺ എത്രയാണ്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ഉണ്ട്. അതിന്റെ ഹൈഡ്രജൻ എത്രയാണുള്ളത്? ഹൈഡ്രജൻ ഇവിടെ 3 2 5 1 6 ഹൈഡ്രജൻ ഉണ്ട്. C2H6O. ആദ്യത്തെ. രണ്ടാമത്തെ നോക്കിയേ, 2 കാർബൺ ഉണ്ട്, 3 3 6 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപോലെയാണ്, സെയിം ആണ്. പിന്നെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഡിഫറെന്റ് ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നു. മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെയുള്ള ഐസോമറുകളെ നമുക്ക് എന്ത് പറയാം? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഇൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒന്ന് OH ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്, ഒന്ന് ഈതറും അല്ലെ? ഒന്ന് ഹൈഡ്രോക്സിലാണ്, ഒന്ന് ഈതറുമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയാം.
and their phenomenon is known as the functional isomerism. മനസ്സിലായല്ലോ? When compounds have the same molecular formula but different functional group, they are known as functional isomers, and this phenomenon is known as the functional isomerism. മനസ്സിലായല്ലോ? ഫങ്ഷണൽ ഐസോമറിസം സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് നോൺ ആസ് ഫങ്ഷണൽ ഐസോമറിസം. ക്ലിയർ ആയല്ലോ? താഴെ 2 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്, അതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നോക്കിയേ, താഴെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? CH3, CH2, CHO. CHO എന്ന് പറയുമ്പോൾ ഏതാണ് അവിടെ വരുന്ന? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ CO, അതാണ് ഒരു കീറ്റോൺ അല്ലെ, കീറ്റോൺസും വന്നിട്ടുണ്ട്. ഇനി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്യാം കേട്ടോ. വാട്ട് ആർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ദം? ആദ്യം ഏതാണ്? അതില് CHO എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആൽഡിഹൈഡ് അല്ലെ, ആൽഡിഹൈഡ് ആണ് ഇവിടെ. CHO എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിൽ ആൽഡിഹൈഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ, ആൽഡിഹൈഡ് ഉണ്ട്. ദെൻ മറ്റേതെന്താണ്? CO ആണ്. CO എന്ന് പറയുമ്പോൾ ഏതാണ്? കീറ്റോ ഗ്രൂപ്പ് ആണ് അല്ലെ, കീറ്റോൺസ് അല്ലെ, കീറ്റോൺസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, കീറ്റോൺസും രണ്ടാമത്തേലും വന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല, റൈറ്റ് മോളിക്കുലർ ഫോർമുല. കാർബൺ ഇവിടെ എത്രയാണ്? 3 ആണ് വരുന്നത്. ഹൈഡ്രജൻ എത്ര വരും? 3, 2, 5, 5, 1, 6. 6 ഹൈഡ്രജൻ ഉണ്ട്. ദെൻ പിന്നെ ഒരു ഓക്സിജൻ. ഇവിടെ എങ്ങനെയല്ലേ? 3 കാർബൺ, 6 ഹൈഡ്രജൻ, ദെൻ ഒരു ഓക്സിജൻ. അപ്പൊ C3H6O. മോളിക്കുലർ ഫോർമുല രണ്ടിലും ഒരുപോലെയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? ഇവിടെ ഏത് തരത്തിലുള്ള ഐസോമറിസം ആയിരിക്കും എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്? മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നില്ലേ? മനസ്സിലാവുന്നുണ്ടാവുന്നില്ലേ? മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഐസോമറിസം ആണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടായിരുന്നു 2 ഫങ്ഷണൽ ഐസോമേഴ്സിന്റെ കേസിൽ ഏതൊക്കെയായിരുന്നു വന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഈതറും കേട്ടോ. ഹൈഡ്രോക്സിലും ഈതറും അതിന് കമ്പൈൻ ആയിട്ട് വന്നു. ദെൻ രണ്ടാമത് വന്നതാണ് ആൽഡിഹൈഡും കീറ്റോൺസും കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് ചോദിക്കും ഏത് ഐസോമറിസമാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കട്ടെ. ഇപ്പൊ കമ്പൈൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് OH അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈതറും കേട്ടോ. ഈതറും ആയിരിക്കും, OH ഈതറും കൂടി ആയിരിക്കും ഒരു രീതി വരുമ്പോൾ. പിന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും CHOയും അതുപോലെ തന്നെ ഏതാണ് കീറ്റോൺസും വരുന്നത് കേട്ടോ. എഴുതാനൊക്കെ വരാൻ നേരത്തെ അത് നമുക്ക് മുന്നോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. എന്തായാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദി ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതാണ് ആൽഡിഹൈഡ് ആണ് വന്നിരിക്കുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള എന്താണ് ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ഞാൻ പറഞ്ഞില്ല. ആൽഡിഹൈഡിന്റെ കൂട്ടത്തിലാണെങ്കിൽ സാധാരണയായിട്ട് വരുന്ന കീറ്റോൺസ് ആണ് വരുന്നത് അല്ലെ. അപ്പം അത് നമുക്കൊന്ന് എഴുതാം. സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എത്രയാണ് ഇവിടെ വരുന്നത്? നോക്കിയാൽ കാർബൺ ഇവിടെ എത്രയാണ്? കാർബൺ 4 ആണ് അല്ലെ. കാർബൺ 4. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 8 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ. C4H8O വരും മോളിക്കുലർ ഫോർമുല. അപ്പൊ ഇതേ മോളിക്കുലർ ഫോർമുല ഉള്ള എന്താണ് കീറ്റോൺസ് ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ വരയ്ക്കണം. C4H8O ആണ്. ക്ലിയർ ആയല്ലോ? കാർബൺ 4 എണ്ണം ഉണ്ട്. അപ്പൊ അത് നമുക്ക് വരയ്ക്കാം കേട്ടോ. കാർബൺ ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇനിയാണ് കീറ്റോ ഗ്രൂപ്പ് ആണ് വരുന്നത് അല്ലെ. കീറ്റോ ഗ്രൂപ്പ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ CH3 വരും, CO വന്നു. ദെൻ CH2, ഇവിടെ CH2 വരും. ഇവിടെ CH3 വന്നു. മനസ്സിലായല്ലോ? നോക്കി ഇവിടെ നോക്കി മോളിക്കുലർ C4 ഹൈഡ്രജൻ 3, 2, 5, 5, 3, 8 വന്നു. ഓക്സിജൻ ഇവിടെ വന്നു. മനസ്സിലായല്ലോ? അപ്പം ഇതിന്റെ IUPAC നെയിം എങ്ങനെ വരും? ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു കോമ്പൗണ്ടിന്റെ ആൽഡിഹൈഡ് അല്ലേ വന്നിരിക്കുന്നത്, 4 കാർബണായിട്ട് ആണ്. അപ്പൊ ഇത് ബ്യൂട്ടനാൽ എന്ന് വരും അല്ലെ. ബ്യൂട്ടനാൽ എന്നാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എങ്ങനെയും കീറ്റോൺസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പം കീറ്റോ ഗ്രൂപ്പ് വരുമ്പോൾ അതിന്റെ IUPAC നെയിം നമുക്ക് എങ്ങനെ എഴുതാം? 4 കാർബണാറ്റ് ഇവിടെ ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് ഏത് വരും? ബ്യൂട്ടൺ എന്ന് വരും അല്ലെ. ബ്യൂട്ടൺ. കീറ്റോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് 2-ലാണ്. അപ്പൊ ബ്യൂട്ടൺ 2 ഓൺ എന്ന് വരും അല്ലെ. ബ്യൂട്ടൺ 2 ഓൺ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് അതിന്റെ IUPAC നെയിം. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന് ഫങ്ഷണൽ ഐസോമേഴ്സ് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ CHO ആണ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിട്ട് വരുന്നത് കീറ്റോൺസ് ആയിരിക്കും.
അതാണ് ഞാനിവിടെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഹൈഡ്രോക്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ കീറ്റോൺസ് ആയിരിക്കും അത് കമ്പൈൻ ആയിട്ട് വരുന്നത്, ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിട്ട് വരുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഈതർ ആയിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കും കേട്ടോ. അപ്പൊ അതനുസരിച്ച് വേണം നമുക്ക് ഫങ്ഷണൽ ഐസോമേഴ്സ് എഴുതാൻ. ഇവിടെ CHO വന്നുകൊണ്ട് നമ്മൾ കീറ്റോൺസ് കേട്ടോ അത് വെച്ച് എഴുതി. IUPAC നെയിം എഴുതി അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയും നമ്മൾ വരച്ചു. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഐസോമർ ആണ് മെറ്റാമറിസം, അല്ലെങ്കിൽ ഐസോമറിസം ആണ് മെറ്റാമറിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നോക്കിയാൽ 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഏതാണ് O ആണ്, അതായത് ഈതർ ആണ് ഇവിടെ അല്ലേ. നോക്കിയേ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എത്ര വരും? കാർബൺ ഇവിടെ എത്രയാണ്? കാർബൺ 4 കാർബൺ ആണുള്ളത് അല്ലെ. 4 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എത്രയുണ്ട്? 3 2 5 5 2 7 7 3 10 അല്ലെ. ഓക്സിജൻ ഉണ്ട്. മോളിക്കുലർ ഫോർമുല രണ്ടിന്റെ ഒരുപോലെയാണ് അല്ലെ. മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പും രണ്ടിലും ഒരുപോലെയാണ്. പക്ഷെ ഇത് ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ കേസിൽ നോക്കിയാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും ഒരേപോലത്തെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് CH2 ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നോക്കിയ രണ്ടാമത്തെ കേസിൽ നോക്കിയേ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ഈതർ ആണ് ഇവിടുത്തെ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? ഇത് CH3 ആണ്, ഇവിടെ CH2 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, തന്മാത്ര സൂത്രമാണ്, എന്നാൽ എങ്ങനെയാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മെറ്റാമേഴ്സ് എന്ന് പറയാം കേട്ടോ. മെറ്റാമേഴ്സ് എന്ന് പറയാം. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് മെറ്റാമറിസം. ക്ലിയർ ആയല്ലോ. അതാ മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതി. എന്നാ നോക്കുക. വാട്ട് ഈസ് ദ പെക്യൂലിയർ അബൌട്ട് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഈതർ ലിങ്കേജ് ഇൻ ദ കോമ്പൗണ്ട് 1? ആദ്യത്തെ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ എങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? എങ്ങനെയാണ്? ഇവിടെ സെയിം ആണ് ഇല്ലേ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇവിടെ വന്നപ്പോ എങ്ങനെയാണ്? രണ്ടാമത്തെ കോമ്പൗണ്ടിൽ വന്നപ്പോ എങ്ങനെയാണ്? രണ്ടാമത്തെ കോമ്പൗണ്ടിൽ വന്നപ്പോ വ്യത്യസ്തമായിട്ട് വന്നു. ഒന്ന് CH3 ആണ്, മറ്റ് CH2 ആയിട്ട് വന്നു. മനസ്സിലാവുന്നല്ലോ. അപ്പൊ എന്താണ് ഈ ഈതേൽ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈതേൽ ലിങ്കേജ് ഉണ്ട്, അതിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ആദ്യത്തേൽ ഒന്ന് ഒരുപോലെയാണ്, രണ്ടാമത്തേൽ വ്യത്യസ്തമാണ്. അപ്പൊ ഇത്തരത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കിയേ, കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല, രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ് അല്ലെ. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഐദർ സൈഡ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് വശങ്ങളിലും ഇരുവശങ്ങളിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മെറ്റാമേഴ്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ. മെറ്റാമേഴ്സ് എന്ന് പറയാം. ഓക്കെ ആയോ? മെറ്റാമേഴ്സ് എന്താന്നുള്ളത് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അങ്ങോട്ടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഏത് വരും? കാർബൺ 5 ആണ്, ഹൈഡ്രജൻ 10 ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ 1 ആണ്. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? ഒന്ന് തന്നെയാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CO ആണ്. അതായത് കീറ്റോൺസ് ആണ് അല്ലെ. കീറ്റോൺസ് ആണ് ഇവിടെ, CO ആണ് ഇവിടെ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇരുവശങ്ങളിലും നോക്കിയേ, ഇവർക്കുണ്ടോ? ഇവിടെ ഒരുപോലെയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ വ്യത്യസ്തമാണ്. അപ്പൊ ഇതെന്ത് എക്സാമ്പിൾ ആണ്? മെറ്റാമേഴ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ. രണ്ടിന്റെ പേരും വ്യത്യാസമാണല്ലോ അല്ലെ. രണ്ട് കോമ്പൗണ്ടിന്റെയും പേരും വ്യത്യാസമാണ്. ഇതിന്റെ പേര് ഏത് വരും? ആദ്യത്തിന്റെ പേര് ഏത് വരും? കീറ്റോൺസ് ആയതുകൊണ്ട് 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ പെന്റൻ അല്ലെ. പെന്റൻ 3 എന്ന് വരും അല്ലെ. മൂന്നാമത്തെ പേര് പെന്റൻ 3 ഓൺ എന്ന് വരും. ദെൻ ഇതെന്ത് വരും? പെന്റൻ 12 വരും. പെന്റൻ 2 ഓൺ വരും. മനസ്സിലല്ലോ. അപ്പൊ ആ പേരിലുള്ള വ്യത്യാസം വരാൻ കാരണം എന്നാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അവിടെ മാറിയിട്ടുണ്ട് ഇല്ലേ. പൊസിഷനും മാറിയിട്ടുണ്ട്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും ഇല്ലേ, ഇരുവശങ്ങളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതും എന്ത് വരും? മെറ്റാമേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പം സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മെറ്റാമേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആയി. മെറ്റാമേഴ്സത്തിൽ ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടത് ഈതർ അല്ലെ. ഈതറും കീറ്റോൺസും ആയിരിക്കും കേട്ടോ. അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. ഈതറും അതുപോലെ തന്നെ ഏതാണ്? കീറ്റോൺസും അല്ലെ. കീറ്റോൺസും ആയിരിക്കും നമ്മൾ ഇതിൽ വരുന്ന മെറ്റാമറിസത്തിൽ വരുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിയേ, ദ ഐസോമറിസം എക്സിബിറ്റ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് കേട്ടോ. ബൈവാലൻ എന്ന് പറയുമ്പോൾ വാലൻസ് 2 ആയിട്ടുള്ളത്. അതായത് നോക്കിയേ, ഇവിടെ എന്താണ്? ഈതറും കീറ്റോൺസും വരുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? മെറ്റാമറിസം എന്ന് പറയാം. ഓർത്തോളൂ കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരുന്നോളൂ. ഓർത്ത്
കീ പോയിന്റ്സ് ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. സെയിം മോളിക്കുലാർ ഫോമിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അത് ഏതിൽ വരും? മെറ്റാമറിസം അല്ലെങ്കിൽ മെറ്റാമേഴ്സിൽ ഉൾപ്പെടും. അപ്പൊ മനസ്സിലായല്ലോ മെറ്റാമേഴ്സും. ഇവിടെ പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, പക്ഷെ അതിന്റെ പൊസിഷൻ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പൊസിഷൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി അബോവ് മെറ്റാമേഴ്സ് ആർ ആൾസോ എക്സാമ്പിൾസ് ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് ഉണ്ടല്ലേ. പൊസിഷൻ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, പൊസിഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്, മെറ്റാമേഴ്സും ആണ്. അതുപോലെ എന്താണ് പൊസിഷൻ ഐസോമേഴ്സിനും എക്സാമ്പിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുവാണ്, ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ആൻസർ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പേയേഴ്സ്. ഐസോമറിക് പേയേഴ്സ് ജോഡികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിന്റെ ഐസോമർസും ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? ഒരു 6 തന്നിട്ടുണ്ട് അല്ലേ. 6 നമുക്ക് എല്ലാത്തിന്റെയും മോളിക്കുലാർ ഫോമിൽ ഒന്ന് എഴുതി വെക്കാം ആദ്യമേ കേട്ടോ. ആദ്യത്തെ ഏത് വരും? നോക്കുക, കാർബൺ എത്രയാണ്? കാർബൺ 4 C4 അല്ലെ. C4 ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? 3 2 5 7 7 2 9 9 10 C10 1 വരും. രണ്ടാമത്തതിന്റെ ഏത് വരും? കാർബൺ 5 ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ 12 ഉണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് ഇത് വരും കാർബൺ ഇവിടെ 4 ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട് നോക്കിയേ? 10 ഉണ്ട് അല്ലെ. ഓക്സിജനും ഉണ്ട്. ഇനി അടുത്തേലോ കാർബൺ ദാ ഇവിടെ 5 അല്ലേ. കാർബൺ 5 വരുന്നതായി. ചെയിൻ നമ്മളിത് ഇങ്ങനെ എടുക്കുക കേട്ടോ. ചെയിൻ മെയിൻ ചെയിൻ ഇങ്ങനെയായിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെയായിട്ട് എടുത്ത് 1 2 ഇങ്ങനെ പോയിച്ചാൽ കാർബൺ ഇവിടെ 5 ഉണ്ട്. ദെൻ ഹൈഡ്രജൻ ഇവിടെ 12 ഉണ്ട്. ഓക്കെ 12. അടുത്ത് നോക്കിയേ കാർബൺ ഇവിടെ എത്രയാണ്? 4 കാർബൺ ഇവിടെ ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്. ഓക്സിജനും ഉണ്ട്. ദെൻ ഇവിടെ കാർബൺ ഇവിടെ 4 കാർബൺ 4 ആണ്. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? ഹൈഡ്രജൻ 10 ഉണ്ട്. ഓക്സിജൻ ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഓരോ ഗ്രൂപ്പിൽ പെടുന്നതെന്നുള്ളത്. നോക്കിയേ ഒരേ മോളിക്കുലാർ ഫോമിലുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. സെയിം മോളിക്കുലാർ ഫോമിലുള്ളത് 1 3 5 അല്ലേ. അതുപോലെ തന്നെ ഏതാണ് 6 ഉണ്ട്. പിന്നെ അതുപോലെ 2 4 സെയിം മോളിക്കുലാർ ഫോം. അപ്പൊ നമ്മൾ ഓരോ ഐസോമർസും നോക്കാം. ചെയിൻ ഐസോമർസ് നമ്മൾ ആദ്യമേ എന്താണ് പഠിച്ചത്? സെയിം മോളിക്കുലാർ ഫോമിലെയാണ്, പക്ഷെ എന്താണ് കാർബണിന്റെ ബ്രാഞ്ചസിൽ വ്യത്യാസം വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ ഈ രണ്ടാമത്തെ നോക്കിയേ C5H12 രണ്ടിന്റെയും നോക്കിയേ 2 4 കൂടെ നമുക്ക് പറയാലോ. രണ്ടിന്റെയും മോളിക്കുലാർ ഫോമിൽ ഒരുപോലെയാണ്. കാർബണിന്റെ ചെയിനിൽ വ്യത്യാസം വന്നില്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് ചെയിൻ ഐസോമർസം അല്ലെ. അതായത് രണ്ടാമത്തെയും പിന്നെ ഏതാണ് 4ാമത് ചെയിൻ ഐസോമർസത്തിൽ പെടും. ക്ലിയർ ആയാലോ. ഇനി പൊസിഷൻ ഐസോമർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? പൊസിഷൻ ഐസോമർസ് ഓർത്തിരിക്കുക. സെയിം മോളിക്കുലാർ ഫോമിലാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസം വന്നിരിക്കും. എന്ന് നോക്കുക. സെയിം മോളിക്കുലാർ ഫോമുല പൊസിഷൻ എന്താ നോക്കി. ഒന്നാമത്തെ നോക്കിയേ C4H10O. ഇവിടെ OH ഗ്രൂപ്പ് ആണ്. OH ഗ്രൂപ്പ് വരുന്ന വേറെ ഏതാണുള്ളത്? 6ാമത്തെ നോക്കിയാൽ OH ഗ്രൂപ്പ്. ശരിയല്ലേ. സെയിം മോളിക്കുലാർ ഫോമിലാണ്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷന് വ്യത്യാസം വന്നില്ലേ. അപ്പൊ അത് രണ്ടും പൊസിഷൻ ഐസോമർസത്തിൽ പെടാം. അതായത് 1ാമത്തേതും പിന്നെ എന്താണ് 6ാമത്തേതും. മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഫങ്ഷണൽ ഐസോമർസം. ഫങ്ഷണൽ ഐസോമർസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും. സെയിം മോളിക്കുലാർ ഫോമുല എന്ന് നോക്കിയാൽ ഇത് 3ാമത്തെ നോക്കാം. അതുപോലെ തന്നെ സെയിം 3ാമത്തെ 1ാമത്തെ കൂടെ നോക്കിയേ സെയിം മോളിക്കുലാർ ഫോമിലാണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഈതറാണ്. ഇവിടെ OH ആണ്. അപ്പൊ 1 3 കൂടെ പറയാലോ. 1 3 പറയാം അല്ലെ. 1 3 പറയാം. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 3ാമത്തേതും വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ 6ാമത്തെയും 3ഉം 6ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതുണ്ടല്ലേ 3ാമത്തെ ഇവിടെ ഈതറാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം മോളിക്കുലാർ ഫോമിൽ ഒരുപോലെയാണ്. രണ്ടും കൂടെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ 1ഉം 3ഉം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് 3ഉം എന്താണ് 6ഉം കൂടെയും പറയാം കേട്ടോ. ദെൻ അടുത്തത് മെറ്റാമർസം എന്താണ് നമ്മൾ പറഞ്ഞത്? സെയിം മോളിക്കുലാർ ഫോമിലാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ലേ. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇരുവശങ്ങളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടിരിക്കും. നോക്കിയാൽ സെയിം മോളിക്കുലാർ ഫോമിലുള്ളത് ഏതൊക്കെ വരും?
ഈ 3ഉം 5ഉം നോക്കിയാൽ സെയിം മോളിക്കുലാർ ഫോർമുല C4H10O ആണ്. ദെൻ എന്താണ് വന്നിരിക്കുന്നത്, ഈതറിന്റെ ഇവിടെ CH2CH3 വന്നു. മനസ്സിലായല്ലോ, ഇവിടെ CH2CH2 വന്നു. അപ്പൊ ഇത് രണ്ടും ഏതാണ്, മെറ്റാമറിസത്തിൽ പെടും. അല്ല, അതായത് 3ാമത്തതും 5ാമത്തതും. മനസ്സിലായല്ലോ. ഇതാണ് 4 തരത്തിലുള്ള ഐസോമറിസം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ എഴുതി പഠിക്കുക. തന്നിരിക്കുന്ന ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ അതും കിട്ടുന്ന എഴുതി നോക്കുക. ഒന്നും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ യൂണിറ്റിന്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഐസോമറിസത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 4 തരത്തിലുള്ള ഐസോമറിസം കേട്ടോ. 4 തരത്തിലുള്ള ഐസോമറിസം നമ്മൾ പഠിച്ചു. ചെയിൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഓർക്കുക, സെയിം കേട്ടോ. ചെയിൻ ഐസോമറിസത്തിന്റെ പ്രത്യേകത എന്താണ്, സെയിം മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും അല്ലേ. പിന്നെ എന്താണ്, സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഒക്കെ വ്യത്യാസം വരുമ്പോഴാണ്. ചെയിനിലാണെന്നുണ്ടെങ്കിൽ ആ ചെയിനിലെ വ്യത്യാസം വരുമ്പോൾ ചെയിൻ ഐസോമറിസം അല്ലേ. പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലെ വ്യത്യാസം വരുമ്പോൾ മനസ്സിലാകുന്നല്ലോ. ഇനി ഫംഗ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ. മെറ്റാമറിസം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, സെയിം മോളിക്കുലാർ ഫോർമുല തന്നെയാണ്. പക്ഷെ എന്താണ്, ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അത് മെറ്റാമേഴ്സിൽ ഉൾപ്പെടും. ഓക്കെ ആണല്ലോ. അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്ന ലെറ്റസസ് ആണ്. ലെറ്റസസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. എഴുതി തന്നെ സമയമെടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അതിനുവേണ്ടി നല്ലോണം ഒന്ന് ഇരുന്ന് തന്നെ കുറച്ചു നേരം ഇരുന്ന് ഓരോരോ സെക്ഷൻസും ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ ഐസോമറിസത്തെ കുറിച്ചുള്ള ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന ഹോംവർക്കുകളൊക്കെ മാക്സിമം ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.